അങ്ങനെ നമ്മൾ തൃശ്ശൂർ വിട്ട് സിംഗപ്പൂർ എത്തിയിരിക്കുകയാണ്. വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി. സാങ്കേതിക കാരണങ്ങളാൽ വർക്കിൻ്റെ കുറച്ച് ഇതിൽ കാരണം 2-3 ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഇന്ന് വൈകിട്ട് നമ്മൾ ഇറങ്ങുമെന്ന് വിചാരിച്ച് ഇറങ്ങി. സാധാരണ ഇന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ മഴയായിരുന്നു. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഗാർഡൻ ബൈ ദ ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടിപൊളി ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ബാക്കിലത്തെ സെറ്റപ്പ്. എന്തായാലും നമുക്ക് അവിടേക്കൊക്കെ പോവാം. സോ മാക്സിമം ഞാൻ സിംഗപ്പൂർ കവർ ചെയ്യാൻ നോക്കും. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൻ്റെ മുമ്പത്തെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാം, നമ്മൾ തുടങ്ങിയതും ഇതേപോലെ ട്രാവൽ വ്ളോഗ് വെച്ചിട്ടാണ്. എന്താ വെച്ചാൽ പുറത്ത് പോയിട്ടില്ല, അകത്ത് തന്നെ തൃശ്ശൂരിനുള്ളിൽ തന്നെ ആയിരുന്നു നമ്മുടെ പരിപാടി. ആൻഡ് ഈ പ്രാവശ്യം നമ്മൾ കലക്കും. ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. മുമ്പ് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, പുറത്ത് പോയിട്ടുണ്ടെങ്കിലും അത് ഒരു സ്ഥലം പോലും ഞാൻ കണ്ടിട്ടുമില്ല, ആസ്വദിച്ചിട്ടുമില്ല. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് സിംഗപ്പൂർ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. നിങ്ങളിപ്പോൾ കണ്ട മറീന ബറേജ് എന്ന സംഭവമല്ലേ, അത് ശരിക്കൊരു ഡാമാണ് എന്നാണ് പറയണേ. അതിൻ്റെ അപ്പുറത്ത് കടലാണ്. സോ വെള്ളം ഫ്ലോ ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളവിടുത്തെ ഡാം പോലെയല്ല, കാണാൻ നല്ല ലുക്കുള്ള സ്ഥലമാണ്. എന്തായാലും ആ കാണുന്ന ഇതിൻ്റെ അപ്പുറത്ത് കടലാണ്, ബീച്ച്. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോവാം. കണ്ടില്ലേ, ഇവിടുത്തെ ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞാനിവിടെ നിന്ന് ഏറ്റവും ശ്രദ്ധിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഏജ്ഡ് ആൾക്കാരാണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർ ജോഗിങ്ങോ അങ്ങനത്തെ പരിപാടികളുണ്ട് രാവിലെയും വൈകിട്ടും എല്ലാം. പാർക്കിൽ സൈക്ലിംഗ് അങ്ങനത്തെ ഒരുവിധം എന്താ പറയുക, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതേപോലെ ആവണം. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വയസ്സായൊരു ഭയങ്കര കൂടുതൽ അവിടെ. നമ്മൾ ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ഏജ്ഡായ ആൾക്കാരാണ് എനിക്കിവിടെ സിംഗപ്പൂരിൽ കാണാൻ സാധിച്ചത്. അത് മനസ്സിലായില്ലേ, ഇതാണ് ഫുൾ ജോഗിങ് പരിപാടിയാണ്. വയസ്സായാലും വീട്ടിലിരിക്കുന്ന പരിപാടിയില്ല. നമ്മുടെ അവിടെ എല്ലാവരും ജോഗിങ്ങിന് ഇറങ്ങിയാൽ നമുക്കും ഇതേപോലെ ആവാം. എനിവേ നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടത് ഒരു പട്ടീനെ കൊണ്ട് അപ്പി ഇടിച്ചിട്ട് ആ അപ്പി കോരി കളയണമെന്നാണ് നമ്മൾ കണ്ടത്. നമ്മുടെ നാട്ടിലെങ്ങനെയാണ്, പട്ടി കൊണ്ട് റോട്ടിൽ എവിടെയെങ്കിലൊക്കെ അപ്പി ഇടിക്കുക, അങ്ങോട്ട് കൊണ്ട് നടക്കുക. ഇവിടെ അത് ക്ലീൻ ചെയ്ത് അവർ ആ കവർ കയ്യിലിട്ടിട്ട് ആ സംഭവം എടുത്തിട്ട് അവരെ പോയി. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തോന്നുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ട്. ക്രിസ്മസ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല.
കഴിച്ചത് നമ്മൾ തന്നെ കൊണ്ടുവയ്ക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. ഇതെവിടെയൊക്കെ ഹലാൽ നോൺ ഹലാല? ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഹലാൽ ആൻഡ് നോൺ ഹലാൽ. നമ്മളിതിവിടെ ഹലാലിൽ വെച്ച് കൊടുത്തു. അടിപൊളി സെറ്റപ്പല്ലേ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവിടെ തന്നെ നമ്മൾ മന്തി കഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ മന്തി ഞാനായിട്ട് കഴിച്ചു. ഇവിടെ വന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു. വയറിന് വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് ആ കുറച്ച് ദിവസം പിന്നെ എല്ലാ പരിപാടികളും നിർത്തുന്നതുകൊണ്ട് അറിയാവുന്ന ഒരു സാധനം വാങ്ങിച്ച് കഴിച്ചതാണ്. എനിവേസ് ഇവിടെ മറ്റേ ക്രിസ്മസ് ഈവനിങ് ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നം. പിന്നെ ഞാൻ ഇത് തൊട്ട് മുമ്പ് കണ്ട ഹോട്ടലിൻ്റെ ഇതില്ലേ, അത് വേറെ ലെവൽ. അതിൻ്റെ ഉള്ളിൽ കയറി വേറെ വൈബ് തന്നെയാണ്. ഇവിടെ നമ്മൾ വന്നത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഏരിയയാണ് ഞാനത്. എനിവേസ് വേറെ ലെവൽ കണ്ടിരിക്കണം. ഇത് കണ്ടപ്പോൾ തന്നെ ഫിലിമൊക്കെ പറയുകയാണ്. എനിവേസ് നമുക്ക് പുറത്തോട്ട് കിടക്കാം. ഭയങ്കര തിരക്ക്. ഹാപ്പി ക്രിസ്മസ് എന്തായാലും ആൾക്കാർ വീട്ടിൽ കൂടാറില്ല. എല്ലാവരും കൂടി പുറത്തിറങ്ങി നടക്കാമെന്ന് മനസ്സിലുണ്ട്. അടിപൊളി. നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് വന്നേക്കാണ്. ഇവിടെ ഞാൻ കണ്ട ഇവിടെ ഒരു മറ്റേ അടിപൊളി സെറ്റപ്പ് വൈബ് പരിപാടിയാണ്. അതേപോലെ ബാക്കിൽ നമുക്കൊരു ആ കാണുന്നതില്ലേ, അത് നമ്മുടെ ആപ്പിളിൻ്റെ ഫ്ലോട്ടിംഗ് സ്റ്റോർ സെറ്റപ്പാണ്. അത് നമുക്ക് എന്തായാലും അടുത്ത ദിവസം പോകാം. നമുക്ക് എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയത് തന്നെ. ഒരു 6 മണി, ഇവിടുത്തെ സിംഗപ്പൂർ ടൈം 6 മണിക്കായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇരുട്ടും വന്നു. ആകെ കൂടി ഒരു ഹറിബറി സെറ്റപ്പായി. പിന്നെ ഒന്നാമത് ക്രിസ്മസ് ഈവനിങ് കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെട്ടു. വിഷയമില്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്കൊന്നും എന്തായാലും ഇവിടെ ഇല്ല. പക്ഷേ എന്നാലും നോർമൽ ഡേയ്സിനെ അപേക്ഷിച്ച്, നോർമൽ വീക്കെൻഡ്സിനെ അപേക്ഷിച്ച് നല്ല തിരക്കാണ്. ക്രിസ്മസ് വൈബ്സ് എല്ലായിടത്തും ക്രിസ്മസ് വൈബ്സാണ്. നിങ്ങൾക്ക് എൻ്റെ ചുറ്റും കാണാം ഫുള്ള് മറ്റേ മാല ബൾബും അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റപ്പ് പരിപാടി തന്നെ. എനിക്ക് സിംഗപ്പൂരിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലോ, ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഈ കണ്ടക്ടർ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ബസ്സിൻ്റെ കേസൊക്കെ എന്തായാലും വേറൊരു ദിവസം ഞാൻ പറ്റുന്ന രീതിയിൽ അത് എടുത്തിടുന്നതാണ്. കാരണം നമ്മളൊരു കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യണേ. ഒരാളുടെ, അതായത് ക്യാപ്റ്റൻ രാജ് CID ന്യൂസിൽ പറഞ്ഞ പോലെ എനിക്ക് പൈസ കൊടുക്കാൻ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ചില്ലറയും അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. കയറുമ്പോൾ കാർഡ് ടൈപ്പ് ചെയ്യും, ഇറങ്ങുമ്പോൾ സ്റ്റോപ്പ് എത്തി ഇറങ്ങുമ്പോൾ കാർഡ് ടൈപ്പ് ചെയ്യും. അതേപോലെ മെട്രോസ് അവൈലബിൾ ആണ്, ബസ്സസ് എപ്പോഴും അവൈലബിൾ ആണ്.
കാത്തു നിൽക്കേണ്ട പ്രശ്നമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മെട്രോയിലൊക്കെ കയറുമ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഇൻഫാൻറ്റ്, അതായത് കുട്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ 2 കുട്ടികളുണ്ട്, ചെറിയൊരു കുട്ടിയുണ്ട്, ഒരു ബേബി ഉണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ തന്നെ മെട്രോയിലത്തെ ആൾക്കാർ എനിക്ക് തരും, നമുക്ക് സീറ്റ് ഇരുന്നോളാൻ പറയും. അതൊക്കെ നമ്മുടെ നാട്ടിലും അങ്ങനെ ആരും എനിക്ക് തരില്ല എന്നുള്ളതാണ് വേറെ വിഷയം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ എനിക്ക് തോന്നുന്നത് മെട്രോയിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളെക്കാൾ ആവശ്യമുള്ളവർക്ക് സീറ്റ് കൊടുക്കണം എന്ന ലെവലിലൊക്കെ ഒരു പോസ്റ്ററും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. എന്തായാലും അത് ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികൾ വന്ന കുട്ടികൾക്ക് ഒരു സീറ്റ് കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കുന്നുണ്ട്. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ആ സംഭവം എന്തായാലും സെറ്റപ്പാണ്. ആൻഡ് റിയലി ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെയിലി ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്ന ആൾക്കാരല്ല, എന്നാലും ഈ ഇൻ്റർനാഷണൽ ട്രിപ്പിൽ നിന്ന് എന്തായാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അത് എനിക്കിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ നമുക്ക് മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിൽ പോവുകയാണ്. കാരണം നെക്സ്റ്റ് ഡേ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നേരത്തെ എത്തി റെസ്റ്റ് എടുത്താലേ നെക്സ്റ്റ് ഡേ ഇറങ്ങാൻ പറ്റുള്ളൂ. പിള്ളേർ 2-3 പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരും ഇപ്പോൾ ടയേർഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. കണ്ടില്ലേ എന്താ വിജനിപ്പിച്ച് കിടക്കണം, കണ്ടില്ലേ? റിയലി വേറെ ലെവൽ തന്നെയാണ്. സോ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് നാളെ വേറെ സ്ഥലത്ത് പോയിട്ട് വേറെ കാര്യങ്ങളും വേറെ കുറേ സ്ഥലങ്ങളും കാണാം. എന്തായാലും ആപ്പിൾ സ്റ്റോർ, ഫ്ലോട്ടിങ് ആപ്പിൾ സ്റ്റോർ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. എനിക്കൊന്ന് ലോകത്തിലെ ആദ്യത്തെ ആപ്പിൾ ഫ്ലോട്ടിംഗ് സ്റ്റോറാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല, ഗൂഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഉണ്ട് ഫ്ലോട്ടിംഗ് സ്റ്റോർ. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് സ്റ്റോർ. സോ രാത്രി യാത്രയില്ല, ക്രിസ്മസ് ഈവനിങ് ആണ്. എനിക്ക് ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല. സോ ഇത് ഇടുന്നൊന്ന് ഹാപ്പി ക്രിസ്മസ്. ന്യൂ ഇയർ ആകുമ്പോഴേക്കും എന്തായാലും നാട്ടിലുണ്ടാവും. സോ ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.